നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്കെന്ത് ഭാഗ്യം! എന്റെ ഭാര്യയോട് ഇതുവരെ എനിക്ക് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ അവളുടെ സ്വത്ത് എന്റേതും കൂടെയാണെന്ന് എനിക്ക് എങ്ങനെ കരുതാൻ പറ്റും? ഇനി ഇറങ്ങാൻ താമസിച്ചാലേ അടക്കം കഴിഞ്ഞ് നമ്മളവിടെ എത്തൂ. ഇറങ്ങാമേ. അപ്പൊ രവി എനിക്കെന്തായാലും ഒരു ആശ്വാസമുണ്ട്. കല്യാശ്ശേരിയിലെ സ്വത്ത് കണ്ടിട്ടെങ്കിലും സുശീല ആന്റി ഇന്ദ്രനെ അനുപമയുടെ അടുത്തേക്ക് വിടുമല്ലോ. അല്ല, ഇന്ദ്രൻ അനുപമയുടെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താ ഇത്ര ആശ്വാസം? അതൊക്കെ ഉണ്ട് ഹർഷേ. അവരൊരുമിച്ച ഈ വീട്ടിൽ നടക്കുന്ന പല നാടകത്തിനും തിരശ്ശീല വീഴും. അല്ല, രവിയേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? അവര് കാരണം എന്ത് നാടകം ഈ വീട്ടിൽ നടക്കുന്നേ? ഒന്നും നടക്കുന്നില്ലേ? അന്ന് അനുപമ അനീത്തി ഇവിടെ വന്നപ്പോ അവരുടെ മുമ്പില് നമുക്കൊക്കെ നാടകം കളിക്കേണ്ടി വന്നില്ലേ? ഇത്ര വേഗം നീ അത് മറന്നു ഹർഷേ? ഓ, രവിയേട്ടൻ അതാണോ പറഞ്ഞേ? അത് പിന്നെ സുശീല ആന്റി ഇന്ദ്രനെ പറഞ്ഞു പേടിപ്പിച്ചത്. അല്ലെങ്കിൽ പിന്നെ ഒളിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നല്ലോ. അത് തന്നെയാ ഞാനും ഉദ്ദേശിച്ചത്. ഇന്ദ്രനെ കൊണ്ട് അവന്റെ അമ്മ പല വേഷവും കെട്ടിക്കും. അതിന്റെ പ്രധാന കാരണം അനുപമ ഒരു സാധാരണ കുടുംബത്തിലെ പെണ്ണായി പോയതുകൊണ്ടാണ്. പക്ഷേ ഇനി കാര്യങ്ങൾ അങ്ങനെയല്ല. കോടികളുടെ സ്വത്ത് കണ്ട് കണ്ണു മഞ്ഞളിച്ച് സുശീല ആന്റി മൂത്ത മരുമകളെ അംഗീകരിച്ചു തുടങ്ങും. മകനെ എങ്ങനെയെങ്കിലും അവളുടെ തറവാട്ടിലേക്ക് തള്ളി വിടുകയും ചെയ്യും. അതെനിക്ക് തോന്നി. സുശീല ആന്റിയുടെ സ്വഭാവം വെച്ച് അവര് നേട്ടമുള്ളിടത്തേക്ക് ചായു. ചാഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെയാ ഞാനും പറഞ്ഞത്. നമുക്ക് ആശ്വസിക്കാൻ വഴിയുണ്ടെന്ന്. എന്തായാലും ബാക്കിയെല്ലാം പോട്ടെ. ഇന്ദ്രനും അനുപമയും ഒരുമിച്ച് ജീവിക്കുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമല്ലേ ഹർഷേ? അല്ലേ? ശരിയേ. അവര് വീണ്ടും ഒരുമിക്കുന്നത് സന്തോഷമുള്ള കാര്യം തന്നെ. രവിയേട്ടന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറായില്ലേ? ഞാനേ വേഗം റെഡിയാക്കാം. ഈ അടുക്കളയൊക്കെ പുതിയ രീതിയിലേക്ക് മാറ്റിയത് എപ്പോഴാണ് ലളിതേച്ചി? അതൊക്കെ ഒരു 10 കൊല്ലം മുമ്പ് മാറ്റിയതാ. പിന്നെ ദേവകിയമ്മയും മക്കളും ഒക്കെ താമസിക്കാൻ വരുമ്പോ ഓരോ മിനുക്കുപണികൾ നടത്തും. ആ മോളെ ഗ്ലാസും കൊടുത്തുണ്ടോ? മധുരം കുറവാ. ആ പഞ്ചസാരയും കെടുത്തേ. ആ ഗ്ലാസും കൂടി എടുത്തോ. പലതും ഉപയോഗിക്കാതെ വെച്ചതിന്റെ കുഴപ്പമുണ്ടാനു. അതുപോലെ തന്നെ പാത്രങ്ങളും കുറെ കുറവുണ്ട്. ഒക്കെ നമ്മുടെ പാകത്തിന് റെഡിയാക്കി എടുക്കേണ്ടി വരും.
എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാ മതി. കുഞ്ഞമ്പു നായർക്ക് ഒരു ലിസ്റ്റ് കൊടുത്താ തമ്പായി അംഗത്തിനോട് പറഞ്ഞ് എല്ലാം ഏർപ്പാട് ചെയ്തു തരാം. ഓ, അതിനൊന്നും ഞങ്ങൾക്ക് ആരുടെയും കാല് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ആവശ്യമുള്ളതൊക്കെ ഇനി ഞങ്ങൾ തന്നെ ചെയ്തോളാം. ആ, ലളിതേച്ചി ഇവിടെ എത്ര കാലമായി? 5 വർഷം കഴിഞ്ഞു. അതിനു മുമ്പ് എന്റെ ഭർത്താവിന്റെ അമ്മയായിരുന്നു എല്ലാം ചെയ്തോണ്ടിരുന്നേ. അവർക്ക് വയ്യാതായപ്പോ മുതലാ ഞാൻ വരാൻ തുടങ്ങിയത്. ആ, പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റിയ 2 മുറികളേ ഉള്ളൂ. ബാക്കി മുറികളൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കണം. ആ, അതിലേറ്റവും നല്ല മുറി നോക്കി ദയയും മഞ്ചാടിയും കൈക്കലാക്കി കാണുമല്ലേ? വന്നപ്പോഴേ അതായിരുന്നു അവരുടെ നോട്ടം. ആ, മുത്തശ്ശിയുടെ മുറി ആയിരിക്കും അത്. വേറൊരു മുറിയിൽ ഞാൻ മക്കളെല്ലാരെയും കൂടി ഇരുത്തിയിട്ടുണ്ട്. അവർക്ക് പിന്നെ കളിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്. കുട്ടികളെ കളിക്കാൻ വിടുമ്പോ സൂക്ഷിക്കണേ, പുറത്തൊക്കെ ഇഴജന്തുക്കളുള്ളതാ. അത് പുറത്തല്ലേ. ഞങ്ങളുടെ മക്കളെ അങ്ങനെ പുറത്ത് കളിക്കാനൊന്നും വിടാറില്ല. ഇതിനകത്ത് പാമ്പും പഴുതാരിയൊന്നും കാണത്തില്ലല്ലോ. ആ, ഏതായാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. പഴയ തറവാടൊക്കെ അല്ലേ. ആ, ലളിതേച്ചി ആ ചായ എടുത്തോളൂ. ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടേ കഴിച്ചോളാം. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. ലച്ചിമോൾ എന്തിനാ ഇവിടെ വന്ന് കളിക്കുന്ന? ഇതേ ഞങ്ങളുടെ മുറിയാ. മോളെ, മോളുടെ അമ്മയുടെ മുറിയിലേക്ക് പോയിക്കോ. വിച്ചുമോനും ആർച്ചയും ഭദ്രയൊക്കെ അവിടെയാ. അവൾ അവിടെ ഇരുന്ന് കളിച്ചോട്ടെ ചേച്ചി, കുഞ്ഞല്ലേ. പുതിയ വീട്ടിൽ വന്നതിന്റെ സന്തോഷത്തിലാവള്. കുഞ്ഞുങ്ങളെ ആദ്യം മുതലേ മാനേഴ്സ് പഠിപ്പിക്കണം മഞ്ചാടി. ഇതുപോലെ എവിടെയും ചെന്ന് എന്തും കാണിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്താ കുട്ടികളെ വളരുമ്പോ വഷളാവും. ഡേഡി, നീ ആരെ കുറിച്ചായി പറയുന്നത്? ദേ, അമ്പിളി ചേച്ചി കേക്കണ്ട, നിന്നെ വെട്ടി പീസാക്കും. പിന്നെ ഞാൻ സത്യം മാത്രല്ലേ പറയുന്നുള്ളൂ. എന്നാലും ഇത് ഇച്ചിരി കൂടുതലാ. ചായ റെഡിയോ ചേച്ചി? എടുത്തു വെച്ചിട്ടുണ്ട്. വാ രണ്ടാളും. ലച്ചു, വാ, ചായ കുടിക്കാം. ചായ കുടിക്കാൻ പോവാ നമുക്ക്. മുത്തശ്ശി കിടന്ന മുറിയെ നിങ്ങൾ രണ്ടുപേരും കൂടെ കൈക്കലാക്കിയല്ലേ?